നമസ്കാരം, എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. വിമാനത്തിൽ നടക്കുന്ന പല സംഭവ വികാസങ്ങളും വാർത്തകളിൽ ഇടം പിടിക്കാറുണ്ട്. മദ്യപിച്ച് ബഹളം വയ്ക്കുക, ലഹരി ഉപയോഗിച്ച് അക്രമാസക്തമാകുക, മദ്യപിച്ച് എയർ ഹോസ്റ്റസിനോടുള്ള മോശമായ പെരുമാറ്റം, യാത്രക്കാരിയുടെ ദേഹത്ത് മൂത്രമൊഴിച്ച സംഭവം തുടങ്ങി ഇത്തരത്തിൽ നിരവധി വാർത്തകൾ അടുത്തിടെയായി പുറത്തു വരുന്നുണ്ട്. എന്നാൽ ഇപ്പോൾ കോക്പിറ്റിൽ മൂർഖൻ പാമ്പിനെ കണ്ടെത്തിയതിനെ തുടർന്ന് വിമാനം അടിയന്തരമായി തിരിച്ചിറക്കിയിരിക്കുകയാണ്. ഇടുപ്പിൽ തണുപ്പ് അനുഭവപ്പെട്ടതിനെ തുടർന്ന് നോക്കിയപ്പോഴാണ് പൈലറ്റ് പാമ്പിനെ കണ്ടത്. ബോസ്റ്റണിൽ നിന്ന് നെൽസ്പ്രൈറ്റിലേക്കുള്ള യാത്രാമധ്യേയാണ് പൈലറ്റിന്റെ സീറ്റിന് കീഴിൽ മൂർഖൻ ഇനത്തിൽപ്പെടുന്ന പാമ്പിനെ കണ്ടെത്തിയത്. കുപ്പിയിൽ നിന്ന് വെള്ളം പുറത്തു പോകുന്നുവെന്നാണ് പൈലറ്റ് ആദ്യം കരുതിയത്. തിരിഞ്ഞു നോക്കിയപ്പോഴാണ് പാമ്പാണെന്ന് മനസ്സിലായതെന്ന് ദക്ഷിണാഫ്രിക്കൻ പൈലറ്റ് റുഡോൾഫ് എറാസ്മസ് പറഞ്ഞു. എന്നാൽ അദ്ദേഹം ധൈര്യം കൈവിടാതെ സുരക്ഷിതമായി വിമാനം താഴെയിറക്കി. 4 യാത്രക്കാർ മാത്രമായിരുന്നു ഈ ചെറു വിമാനത്തിൽ ഉണ്ടായിരുന്നത്. യാത്രക്കാരെ ഇറക്കി പരിശോധിച്ചപ്പോൾ പൈലറ്റിന്റെ സീറ്റിനടിയിൽ തന്നെ പാമ്പിനെ കാണുകയായിരുന്നു. എഞ്ചിനീയർമാരെത്തി വിവിധ ഭാഗങ്ങൾ അഴിച്ച് പാമ്പിനെ പിടികൂടാൻ ശ്രമം നടത്തിയെങ്കിലും വെളിച്ചക്കുറവിനെ തുടർന്ന് ഇത് പരാജയപ്പെട്ടു. തുടർന്ന് തിരച്ചിൽ പിറ്റേ ദിവസത്തേക്ക് മാറ്റിവെക്കുകയായിരുന്നു. ഞായറാഴ്ച വിമാനത്തിന്റെ ചിറകിന് താഴെ കേപ്പ് കോബ്രയെ കണ്ടിരുന്നതായി വോസ്റ്റർ വിമാനത്താവളത്തിലുള്ളവർ തന്നെ അറിയിച്ചിരുന്നതായി പൈലറ്റ് റുഡോൾഫ് എറാസ്മസ് പറയുന്നു. എന്നാൽ തിങ്കളാഴ്ച രാവിലെ പറക്കലിനുള്ള മുന്നൊരുക്കങ്ങൾ നടത്തുമ്പോഴാണ് ഇവർ ഇക്കാര്യം അറിയിച്ചത്. പിടിക്കാൻ ശ്രമിക്കുന്നതിനിടെ അത് എഞ്ചിന്റെ മൂടിക്കടിയിൽ രക്ഷ തേടിയതായും വിമാനത്താവള അധികൃതർ പറഞ്ഞു. തുടർന്ന് തുറന്നു നോക്കിയെങ്കിലും അവിടെയൊന്നും കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല. അതിനാൽ പാമ്പ് രക്ഷപ്പെട്ടിട്ടുണ്ടാവുമെന്നാണ് വിമാനത്താവള അധികൃതർ കരുതിയതെന്നും പൈലറ്റ് പറഞ്ഞു. ആദ്യം യാത്രക്കാരോട് വിവരം അറിയിക്കേണ്ടെന്ന് കരുതിയെങ്കിലും പിന്നീട് അവരോട് പറഞ്ഞ ശേഷമായിരുന്നു വിമാനം നിലത്തിറക്കിയതെന്ന് ഇറാസ്മസ് പറഞ്ഞു. പാമ്പുണ്ടെന്ന് മനസ്സിലാക്കിയ സമയത്ത് വെൽകോം വിമാനത്താവളത്തിന് അടുത്തുകൂടെയായിരുന്നു പറന്നുകൊണ്ടിരുന്നത്. തുടർന്ന് ജോഹന്നസ്ബർഗിലെ എയർ കൺട്രോൾ ടവറിൽ വിവരം വിളിച്ചറിയിച്ച് അടിയന്തര ലാൻഡിങ്ങിന് ശ്രമിക്കുകയായിരുന്നു. അതേസമയം കഴിഞ്ഞ ഡിസംബറിൽ ദുബായിൽ നിന്ന് കോഴിക്കോട്ടേക്കുള്ള എയർ ഇന്ത്യ എക്സ്പ്രസിലും പാമ്പിനെ കണ്ടെത്തിയതിനെ തുടർന്ന് യാത്ര മുടങ്ങിയിരുന്നു. യാത്രക്കാർ വിമാനത്തിലേക്ക് കയറുന്നതിനിടെയാണ് പാമ്പിനെ കണ്ടെത്തിയത്. ഇതോടെ യാത്രക്കാരെയെല്ലാം തിരിച്ചിറക്കി. വിമാനത്തിൽ എങ്ങനെയാണ് പാമ്പ് എത്തിപ്പെട്ടതെന്ന് അറിയില്ല. എയർ ഇന്ത്യ എക്സ്പ്രസ് അധികൃതർ ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണമൊക്കെ പ്രഖ്യാപിച്ചിരുന്നതാണ്. പാമ്പിനെ പിടിക്കാൻ കഴിയാതെ വന്നതോടെ വിമാനയാത്ര അനിശ്ചിതമായി വൈകിയത് യാത്രക്കാരെയും വലച്ചു. സന്ദർശക വിസക്കാരായ യാത്രക്കാർക്ക് മറ്റൊരു വിമാനത്തിൽ യാത്ര പുനഃക്രമീകരിക്കും വരെ വിമാനത്താവളത്തിൽ തന്നെ കഴിയേണ്ടിയും വന്നു. തുടർന്ന് എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനത്തിൽ സന്ദർശക വിസയിലുള്ളവരെയും ഏതാനും താമസ വിസക്കാരെയും നാട്ടിലെത്തിച്ചു. എന്നാൽ അതേ വിമാനത്തിൽ പോകേണ്ടിയിരുന്ന യാത്രക്കാർക്ക് ബോർഡിംഗ് പാസ് കിട്ടിയതുമില്ല. ഇത് കാരണം കരിപ്പൂരിൽ നിന്നുള്ള ഈ വിമാനത്തിന്റെ 4 സർവീസുകളും അനിശ്ചിതമായി വൈകുകയും ചെയ്തിരുന്നു. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.